അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ബ്രഷ കമ്പാരിസൺ വീഡിയോ ആയിട്ടാട്ടോ. നമ്മുടെ ഇത് പഴയ ബ്രഷാണ്, ഇത് പുതിയ ബ്രഷാണ്. അപ്പോൾ ബ്രഷ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ബ്രഷ് എന്താണ്, എങ്ങനെയാണ്, എനിക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ടോ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ പഴയ ബ്രഷാണ്. ചേഞ്ചസ് ഒക്കെ മൈന്യൂട്ടാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എന്താണ് കാര്യം ഫസ്റ്റ് മാറിയിട്ടുള്ളത് വെച്ചാൽ 1 ലിറ്റർ എഞ്ചിൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 6 സ്പീഡ് മാനുവൽ ആയിട്ടുള്ള 1 ലിറ്റർ എഞ്ചിനാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് ചേഞ്ച് അതാണ് വരുന്നത്. പിന്നെ കുറച്ച് ഡിസൈനും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ചേഞ്ച് ആയിട്ടുള്ളത്. ഈ ഇവിടെയും മാറിയിട്ടുണ്ട്, ഈ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ആ യൂണിറ്റും മാറിയിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള ചേഞ്ചസ് വന്നിരിക്കുന്നത്. പഴയ ബ്രഷ് പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നത്. സെയിം മോഡലാണ്, ZXi എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് രണ്ടും വരുന്നത്. റെഡ് പുതിയത്, ഇത് പഴയത്. അപ്പോൾ ഇത് 1.5 ആണ് വരുന്നത്. ഇത് 1 ലിറ്ററിലും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വരുമ്പോൾ നമുക്ക് 1.5 വരുന്നത്. 6 സ്പീഡ് 80 ആണ് വരുന്നത്. അതേപോലെ നമുക്ക് വരുന്നത് മാനുവൽ ഗിയർ ബോക്സിൽ വരുന്നത് 1 ലിറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ 8 ലക്ഷം രൂപേൻ്റെ അടുത്ത് ആണ് ഓൺ റോഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കാം, നിങ്ങൾ വിളിച്ച് ഞാൻ നമ്പർ കൊടുക്കാം, വേണമെങ്കിൽ വിളിച്ച് നോക്കൂ. കറക്റ്റ് ഡീറ്റെയിൽസ്, കറക്റ്റ് ഓൺ റോഡ് പ്രൈസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ഒരു ഓപ്ഷൻ എന്ന് ചോദിച്ചാലാണ്, നിങ്ങൾ 1.5 മാനുവൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ ബ്രഷ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്, അതിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഉണ്ടാവുക. മാനുവൽ മതിയെങ്കിൽ, മാനുവൽ ആണെങ്കിൽ 1 ലിറ്റർ ആണ് കിട്ടുന്നത്. ഇപ്പം ബേസ് മോഡലിൽ ഒന്നെതിരെ 1 ലിറ്റർ ആണ് കിട്ടുന്നത്. ബേസ് മോഡലിൽ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കുക, എങ്ങനെയുണ്ട്, വാല്യൂ ഫോർ മണി ആണോ കാര്യങ്ങളാണോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് വരും കേട്ടോ. നമുക്ക് ഇന്റീരിയർ ഒന്ന് നോക്കാം കേട്ടോ. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഡോർ ഹാൻഡ്സിൽ എല്ലാ സ്വിച്ചസും കാര്യങ്ങളും കാണാം, മിറർ കൺട്രോൾ ഫോൾഡും കാര്യങ്ങളൊക്കെ സ്വിച്ചസ് കാണാം. മേലെ ഞാൻ പഴയ മോഡലിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ZXi എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അപ്പം പഴയതും പുതിയതും നിങ്ങൾക്ക് നേരിട്ട് കമ്പാരിസൺ ചെയ്യാം. വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. സ്ട്രേറ്റ് ഫോർവേഡ് പറയുകയാണെങ്കിൽ ഒന്ന് മാനുവലാണ്, ഒന്ന് ഓട്ടോമാറ്റിക് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ. രണ്ടും 1.5 തന്നെയാണ് കേട്ടോ. പാറ്റേൺ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളും കാണാം, സ്മാർട്ട് കീ, സ്മാർട്ട് സ്വിച്ച് കാര്യങ്ങൾ കാണാം, AC കൺട്രോൾ കാര്യങ്ങൾ സെയിം ടു സെയിം. ഒരു ചേഞ്ചസും ഇതിൽ എക്സ്ട്രാ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇന്റീരിയർ ലുക്കിലാണ്. ഇതിന് ടോപ്പറിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് 10 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെന്റ് കാര്യങ്ങളും അഡാസും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിലേക്കാണ്. അതിലാണ് 360 കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ 7 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം മാത്രമാണ് വരുന്നത്. നമ്മുടെ വിക്ടോറിയസിലൊക്കെ ബേസ് മോഡലായിട്ട് കൊടുക്കുന്ന ആ സെയിം ഇൻഫോർടൈൻമെന്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഇവിടെ ചെറിയൊരു ഡിസൈൻ ചേഞ്ചസ് ഡാഷ്ബോർഡിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ നോട്ടബിൾ ആയിട്ട് എടുത്ത് പറയാവുന്നതാണ്. അല്ലാതെ വേറെ ചേഞ്ചസ് ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണെങ്കിലും ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ വേറെ ഒരു ആംറസ്റ്റ് പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര വലിയ മോഡലല്ലേ, അറ്റ്ലീസ്റ്റ് അതായത് സെക്കൻഡ് ടോപ്പ് എൻഡ് വേണമെങ്കിൽ പറയാം, അങ്ങനെ പറയാം. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പോലും ഇത്രയും കൊടുക്കുന്നുള്ളൂ. കാരണം 1 ലിറ്റർ എന്തായാലും 1.5 ലിറ്റർ എഞ്ചിന് എന്തായാലും കുറച്ചുകൂടി പൈസ കൂടുതലാണ്, അതുകൊണ്ടായിരിക്കാം അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അവിടെ ഹോൾഡ് ചെയ്യാനും സൺറൂഫും കൊടുത്തിട്ടുണ്ട്. അത് പഴയ മോഡലും അങ്ങനെ തന്നെയാണ്, സൺറൂഫ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയാണ് ബാക്കിലേക്ക് വരുമ്പോൾ കേട്ടോ. ബാക്കിൽ 2 ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. മിഡിൽ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് ഇല്ല. ഞാൻ അത്യാവശ്യം കയറി ഇരുന്ന് നോക്കി, കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ കുറച്ചുകൂടി തൈ സപ്പോർട്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 4 ആൾക്കാർക്ക് 3 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. ബാക്കിൽ AC വെന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നോർമലായിട്ട് എല്ലാ വണ്ടികളും കൊടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി ഉള്ളത് തന്നെയായിരുന്നു. AC വെന്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്റ്റെപ്പിന് ടയർ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പഴയതിൽ സ്റ്റെപ്പിന് ടയർ ഇപ്പോഴും അവൈലബിൾ ആണ്. പുതിയതിൽ സ്റ്റെപ്പിന് ടയറില്ല, അതിൽ പകരം പഞ്ചർ കിറ്റും കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാവർക്കും പഞ്ചർ ഒട്ടിക്കാൻ പറ്റണം നിർബന്ധമില്ല. പിന്നെ ടയർ പൊട്ടിക്കഴിഞ്ഞാലൊക്കെ പഞ്ചർ കിറ്റ് കൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളതൊന്നും ചെക്ക് ചെയ്യണം. ഇതെടുത്ത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ടയർ വേണമെങ്കിൽ ഇവിടെ വെക്കാൻ പറ്റും തോന്നുന്നു കേട്ടോ. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് എന്ന് പറഞ്ഞത് ഇവിടെ കേട്ടോ. അണ്ടർ ബോഡിയിലാണ് CNG വരിക. അത് CNG മോഡലല്ല, ബട്ട് വിക്ടോറിയസിലൊക്കെ ഉള്ള പോലെ തന്നെ അണ്ടർ ബോഡി CNG കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് CNG ഉള്ളിലുള്ള ബൂട്ട് സ്പേസും കാര്യങ്ങളും തീരെ കുറയുന്നില്ല. പിന്നെ ഞാൻ ഒരു ശ്രദ്ധിച്ച കാര്യമാണ്, ബൂട്ട് അടയ്ക്കാനുള്ള ആ ലാഘവം കണ്ടില്ല. പഴയ മോഡൽ വൈറ്റ് പഴയതാണ്, റെഡ് പുതിയതാണ്. ആ 5 സ്റ്റാർ സേഫ്റ്റിയാണ് പിന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. 5 സ്റ്റാർ സേഫ്റ്റി ആയിട്ടുള്ള വെഹിക്കിളാണ് ബ്രസ ഇപ്പോൾ. അത് വെയിറ്റിലൊക്കെ കാണാനുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിലൊക്കെ തൊടുമ്പോൾ തന്നെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നത് 1 ലിറ്റർ ആട്ടോ. നമ്മളിപ്പോൾ ഇത്രയും കണ്ടത് 1.5 ലിറ്റർ ആയിരുന്നു കണ്ടത്. ഇത് 1 ലിറ്റർ ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു എഞ്ചിൻ ഘടന കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ബേസ് മോഡലിൽ പറയുകയാണെങ്കിൽ എടുത്ത് പറയേണ്ട കാര്യത്തിൽ നമ്മൾക്ക് ഈ ബ്ലാക്ക് കളർ കൊടുക്കുന്ന പരിപാടി ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഡോർ ഹാൻഡ്സ് ആണെങ്കിലും അതേപോലെ ബോഡി കളറിലാണ് കൊടുത്തത്. OEMസും കാര്യങ്ങളും ഡോർ ഹാൻഡ്സിനൊക്കെ ബോഡി കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു എടുത്തു പറയേണ്ട ഒരു ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് മിനിമൽ ആട്ടോ. നമ്മുടെ ബേസ് മോഡലിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ് കാണുക. ഇത് 1 ലിറ്ററിൻ്റെ ആണ് വരുന്നത്. 1.5 ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വരിക കേട്ടോ.
അപ്പോൾ അത്യാവശ്യം ആക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് നമുക്ക് ടോപ്പ് എൻഡിലെ ലുക്കിലേക്ക് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു മോഡലാണ് ബേസ് മോഡൽ. AC കൺട്രോൾസും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നോർമൽ ഓട്ടോമാറ്റിക് അല്ലാന്നേ ഉള്ളൂ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് 4 പവർ വിൻഡോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കീ ആണ് വരുന്നത്, സ്മാർട്ട് കീ അല്ല, കീ ആണ് വരുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു റീഡിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ കേട്ടോ. അത് സെൻറ്ററിലാണ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. സൺറൂഫും കാര്യങ്ങളും ഇല്ല. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ബേസ് മോഡലിൽ നിങ്ങൾ കണ്ട് വരേണ്ട സാധനങ്ങൾ. ഇതാണ് ഫ്രണ്ട് ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ബാക്കിലേക്ക് കയറുകയാണെങ്കിൽ ഇപ്പം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. നമുക്ക് ഹെഡ് റെസ്റ്റും കാര്യങ്ങളും കൊടുക്കുന്നില്ല. പിന്നെ പാർസൽ ട്രേയും ഇല്ല. ആ ഒരു ബാഡായിട്ട് തോന്നുന്നത് ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ബേസ് മോഡലിൽ കൊടുക്കാറ്. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഓൾ വിൻഡോ പവർ വിൻഡോ കാര്യങ്ങളും കിട്ടുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് ലോക്കും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം ആൾക്കാരൊക്കെ നല്ല ഡീസൻ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ബാക്കിൽ AC വെൻറ്റും കൊടുക്കുന്നുണ്ട്. അത് ബേസ് മോഡലിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത് 1 ലിറ്ററിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. 1.5 ഇല്ലാന്ന് തോന്നുന്നു. അതാണ് ഒരു വ്യത്യാസമല്ലത്. ബേസ് മോഡലിൽ 1.5 ഇല്ലാന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളും വരുന്നത്. തൈ സപ്പോർട്ടും കാര്യങ്ങളും ഇങ്ങനെയാണ്. അത്രത്തോളം തൈ സപ്പോർട്ട് ഇല്ല എന്ന് വേണമെങ്കിൽ പറയട്ടെ. എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. പക്ഷെ 4-3 ആൾക്കാർക്ക് ബാക്കിൽ ഇരിക്കാനുള്ള സ്പേസ് ഉള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ എഞ്ചിൻ മാറ്റേണ്ടായിരുന്നത്. 1 ലിറ്റർ എഞ്ചിനിലേക്ക് മാറിയത് കണ്ടാലൊന്നും മനസ്സിലാവുന്നില്ല. 1 ലിറ്റർ എഞ്ചിനിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. വണ്ടി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം ലുക്കും വൈസ് കാണാൻ വൈസ് പഴയ പോലെ തന്നെ ഉണ്ട്. അപ്പം എന്നോട് ചോദിക്കുകയാണ്, സജഷൻ ചോദിക്കുകയാണ്, വൈശാഖ് ഏതാണ് മോഡൽ എടുക്കേണ്ടത്, ബ്രസയിൽ എന്താണ് എടുക്കേണ്ടത്, അങ്ങനെ ഒരു ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാനിവിടെ എല്ലാ ബ്രസയിലുള്ള ഫീച്ചേഴ്സും ഇവിടെ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ പറയുകയാണെങ്കിൽ ബേസ് മോഡലിൽ വരുന്നത് നമുക്ക് വേണ്ടത്ര ഫീച്ചേഴ്സ്, ഇൻഫോർട്ടബിളും കാര്യങ്ങളൊന്നുമില്ല, ടച്ച് സ്ക്രീനും കാര്യങ്ങളൊന്നുമില്ല. നമ്മളത് പുറത്തുനിന്ന് ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം ബേസ് മോഡൽ നിങ്ങൾ എടുത്തിട്ട്, കാരണം 8 ലക്ഷത്തി സംതിങ്ങിന് ബേസ് മോഡൽ കിട്ടും. 1 ലിറ്ററിൻ്റെ ആകുമ്പോൾ നല്ല പൈസ കുറഞ്ഞ് കിട്ടും. 1.5 നിങ്ങൾ വെച്ചാൽ പഴയ മോഡൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. അതൊരു 70,000 രൂപ ഓഫറിലും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതാണ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു സജഷൻ ഉള്ളത്. അതല്ല നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ 1.5 കിട്ടുള്ളൂ. അതും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് പഴയത് തന്നെ എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഈ അവൈലബിൾ ആണെങ്കിൽ 1.5 വരികയാണെങ്കിൽ നിങ്ങൾ പഴയ തന്നെ എടുക്കേണ്ടത്. അതല്ല നിങ്ങൾക്ക് ഒരു ബേസ് മോഡൽ മതി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയൊരു ബ്രസ നല്ല ലാഭത്തിൽ കിട്ടണം, ഈ 40% ടാക്സ് ഒന്നും ഇല്ലാതെ കിട്ടണം എന്നാണെങ്കിൽ മാത്രം 1 ലിറ്ററിലേക്ക് വരാം. 1 ലിറ്റർ അത്യാവശ്യം നല്ല എഞ്ചിനാണ്, കുഴപ്പമൊന്നുമില്ല. ആ എഞ്ചിനിലേക്ക് പോയാൽ മതി. അത് എല്ലാ വേരിയന്റിലും 1 ലിറ്റർ എഞ്ചിൻ വരുന്നുണ്ട്. അതാകുമ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും കിട്ടും ചെയ്യും. മാനുവൽ ആയിരിക്കുന്നുള്ള 6 സ്പീഡ് മാനുവൽ ആയിരിക്കുന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് ഓവറോൾ തോന്നിയത് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു 4 ആൾക്കാർ 5 ആൾക്കാരുള്ള ഫാമിലി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ബ്രസ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. അതല്ല നിങ്ങൾക്ക് സ്പേസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വിക്ടോറിയസോ അല്ലെങ്കിൽ അതിൻ്റെ മേലേക്കുള്ള ഒരു വണ്ടിയിൽ എടുക്കാം കേട്ടോ. ഞാൻ പോയി കാണുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത്, ഞാൻ വിക്ടോറിയസ് യൂസർ ആയതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിൽ ടെൻഷൻ ഉണ്ടാകും, സങ്കടമാവും. ഞാൻ പോയി കണ്ടപ്പോൾ ഒരു ബിഗിനർ എന്ന ലെവലിൽ നിങ്ങളിപ്പോൾ ഒരു ചെറിയ വണ്ടി ഓൾട്ടോ എന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ വണ്ടി ബ്രസ് തന്നെയാണ് കേട്ടോ. നേരിട്ട് വിക്ടോറിയസ് പോലത്തെ വലിയ വണ്ടിയിലേക്ക് പോകണം നിർബന്ധമില്ല. ബേസ് മോഡൽ എടുക്കുന്നതിൽ വലിയ പ്രശ്നമില്ല. ബട്ട് അതിൻ്റെ വലിയ വലിയ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇല്ലെങ്കിൽ താല്പര്യമില്ല, എനിക്ക് വലിയൊരു ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ, അതും ഈസി ടു യൂസ് ആണെങ്കിൽ ബ്രസ ഈസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കിലൊക്കെ ഇരിക്കാൻ കംഫർട്ടബിൾ ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ചെറിയ തൈസ്പോട്ടും കാര്യങ്ങളും കുറവുള്ള പോലെ തോന്നി വിക്ടോറിയസിനെ കമ്പയർ ചെയ്യുമ്പോഴാണ്. അല്ലാതെ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് 1.5 ഉണ്ടെങ്കിൽ, പഴയ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ഓഫറിൽ കിട്ടിയിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. 70,000-50,000 രൂപയുടെ ഓഫർ കിട്ടിയിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ റാദർ ദാൻ പുതിയതിലേക്ക് പോകുന്നത്. അതല്ല നിങ്ങൾക്ക് 8.80 അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരാം. ഞാനിവിടെ നമ്പറും കാര്യങ്ങളും കൊടുത്തേക്ക് നിങ്ങളൊന്ന് വിളിച്ച് സംസാരിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും. അപ്പം ഏകദേശം ആ പൈസയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ബേസ് മോഡൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ബേസ് മോഡൽ മതി, എനിക്കിത് ഇത്ര ആവശ്യമുള്ളൂ എന്നുള്ളതാണെങ്കിൽ ബ്രസ 1 ലിറ്റർ എടുക്കാം. അടിപൊളി എഞ്ചിനാണ്, അടിപൊളി പരിപാടിയാണ്. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പുറത്തുനിന്ന് ചെയ്യേണ്ടി വരുന്നുള്ള ഫാക്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏത് മോഡൽ എടുക്കണമെന്ന് ചോദിച്ചാൽ, ടെക് ഓറിയൻറ്റഡ് ആണ്, എനിക്ക് ഫുൾ ടെക്നോളജി കാര്യങ്ങളും വേണം എന്നാണെങ്കിൽ ടോപ്പ് ആൻഡ് ZXi പ്ലസ് എടുക്കുക. അതല്ല ബേസ് മോഡൽ എടുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഏകദേശം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വേണം, അങ്ങനെയാണെങ്കിൽ ZXi എടുക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. കൂടുതൽ ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ZXi പ്ലസ് എടുക്കാം. VXi ഞാൻ ഓപ്ഷൻ പറയുന്നില്ല, ബട്ട് VXi ആയിട്ട് എനിക്ക് തോന്നുന്നു വാല്യൂ ഫോർ മണി ആയിട്ട് വരിക
അലോയ് വീൽസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ZXi ആണ്. ZXi എടുത്താൽ മതി എന്നാണ് എൻ്റെ സജഷൻ. മിനിമം ZXi എടുക്കണം, കാരണം ബാക്കിൽ അറ്റ്ലീസ്റ്റ് ഡീഫോക്കസെങ്കിലും കിട്ടും. വൈപ്പേഴ്സ് അതിൽ കൊടുക്കുന്നില്ല. അതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. അപ്പം ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇതാണ് എൻ്റെ ഒരു, ഞാനിത് ഭയങ്കര വലിയ റിവ്യൂ ആയിട്ടല്ല പറഞ്ഞത്, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ വിക്ടോറിയസ് യൂസർ നമുക്ക് തെറ്റുപറ്റു എന്നുള്ള രീതിയിൽ പോയി എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റെപ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മറക്കരുത്, ഫോളോ ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ട് ജസ്റ്റ് മെസ്സേജ് ആണ്. പേഴ്സണലി ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്താൽ മതി, നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു, ബൈ ബൈ, സി യു.